ഹരേ കൃഷ്ണ. പുരുഷോത്തമ അധികമാസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പരമപൂജ്യ ശ്രീ രാധാനാഥസ്വാമി സംസാരിക്കുന്നു. ഇന്ന് പുരുഷോത്തമ മാസത്തിലെ ആദ്യ ദിവസമാണ്. പുരുഷോത്തമൻ എന്നാൽ കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷൻ. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വരുന്ന ഈ മാസം ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹവുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള പ്രത്യേക അവസരങ്ങൾ പ്രകടിപ്പിക്കുന്നതുമായ ഒരു പ്രത്യേക സമയമാണ്. കാർത്തിക് മാസത്തെ ശ്രീമതി രാധാറാണി പ്രത്യേകമായി അനുഗ്രഹിക്കുന്നതായി കണക്കാക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏത് ആത്മീയ പ്രവർത്തനങ്ങൾക്കും ഫലമായി ആ മാസം ഭക്തി നൽകുന്നു. പരമദിവ്യോത്തമ പുരുഷൻ അധ്യക്ഷത വഹിക്കുന്ന ഒരു പ്രത്യേക മാസമാണ് പുരുഷോത്തമ മാസം. ഈ മാസത്തിൽ വളരെ പ്രത്യേക അവസരങ്ങളുണ്ട്. ഏത് ഭക്തിപരമായ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായി നിർവഹിക്കുന്നുവോ നമ്മൾക്ക് അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടി കൃഷ്ണൻ പ്രത്യേക പ്രതിഫലം നൽകുകയും പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാ മാസവും അദ്ദേഹം ഇതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് ഗൗരവമായി കാണില്ല. വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ എല്ലാ മാസവും അങ്ങനെയാണ്, ഓരോ നിമിഷവും അങ്ങനെയാണ്. പക്ഷേ കൃഷ്ണൻ പ്രത്യേക മാസങ്ങൾ നൽകുന്നു. അവിടെ അദ്ദേഹം പ്രത്യേക അനുഗ്രഹങ്ങളും പ്രത്യേക പുരാണ കഥകളും നൽകുന്നു. അതിനാൽ നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവമായി എടുക്കുന്നു, അവ കൂടുതൽ ഗൗരവമായി കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ പുരുഷോത്തമ മാസത്തിൽ ഉള്ളത് എന്തായാലും കാർത്തിക് മാസത്തിലുള്ളത് എന്തായാലും ലോകത്തെവിടെയും ഏത് സമയത്തും നമ്മൾ ശരിക്കും ഗൗരവമുള്ളവരാണെങ്കിൽ നമുക്ക് കൃഷ്ണനെ അഭയം പ്രാപിക്കാം. വടക്കൻ അർദ്ധഗോളത്തിൽ സൂര്യൻ പ്രവേശിക്കുന്ന ശുഭസമയത്തിനായി കാത്തിരുന്ന ഭീഷ്മനെ പോലെ അദ്ദേഹം മകരസംക്രാന്തിക്കാണ് ദേഹത്യാഗം ചെയ്തത്. ഭഗവത്ഗീതയിൽ യോഗികൾ ശരീരത്യാഗം ചെയ്യാൻ ഒരു പ്രത്യേക സമയം എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിന് വ്യത്യസ്ത വിശദീകരണങ്ങളുണ്ട്. പ്രഭുപാദ് പറയുന്നു, ഭക്തരുടെ കാര്യത്തിൽ അവർ എല്ലായ്പ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ, എല്ലായ്പ്പോഴും കൃഷ്ണനെ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഓരോ വിലയേറിയ നിമിഷവും കൃഷ്ണന്റെ സേവനത്തിനായി വിനിയോഗിക്കാൻ അവർ തീവ്രമായി ശ്രമിക്കുന്നവരാണ്. അത് കാരണം സമയം ഒരു പ്രശ്നമല്ല. കൃഷ്ണൻ എപ്പോഴും അവരോടൊപ്പമുണ്ട്. അതിനാൽ ചില ആളുകൾ ആചാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകൾ, അവർ പാപങ്ങളിലോ നിന്ദ്യമായ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നു. അല്ലെങ്കിൽ അവർ പുണ്യാത്മാക്കളായിരിക്കാം, പക്ഷേ അവർ അവരുടെ ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അലസരാണ്. അവർ കാർത്തിക് അല്ലെങ്കിൽ പുരുഷോത്തമ മാസം വരെ കാത്തിരിക്കുന്നു. ഈ സമയത്ത് അവർ അതീവ ശ്രദ്ധാലുക്കളാണ്. കാരണം പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. അത് നല്ലതാണ്. പക്ഷേ മികച്ചതും ഏറ്റവും മികച്ചതുമായത് കൃഷ്ണൻ പുരുഷോത്തമൻ ഓരോ നിമിഷവും നമുക്കായി നമ്മുടെ കൂടെയുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ്. എന്നാൽ ഓരോ നിമിഷവും ഓരോ ദിനവും നമ്മുടെ ജീവിതകാലം മുഴുവനും കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നതും സാധന വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മളെ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതും ചെയ്യണം എന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നു. ഓരോ നിമിഷവും അത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അദ്ദേഹം എന്താണ് നമുക്ക് നിർദ്ദേശം തന്നത്? മന്മനാ ഭവ മദ്ഭക്തോ എന്ന്. എല്ലായ്പ്പോഴും എന്നെപ്പറ്റി ചിന്തിക്കൂ. പുരുഷോത്തമ മാസത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും എന്നെപ്പറ്റി ചിന്തിക്കൂ. എന്നാൽ ആ തീവ്രമായ അടിയന്തരമായ ഭാവം ലഭിക്കാൻ അത്തരം ആനുകൂല്യങ്ങൾ വരുന്നു, പുരുഷോത്തമ മാസത്തിൽ എന്ന പോലെ വരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു വളരെ വലിയ ആനുകൂല്യമാണ്. ഭഗവാനെ ആത്മാർത്ഥമായി അഭയം പ്രാപിക്കുകയും ഹരിനാമങ്ങൾ ശ്രദ്ധാപൂർവം ചൊല്ലുക എന്ന തത്വം പിന്തുടരുകയും ഹരിനാമങ്ങൾ കൂടുതലായി ചൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടാകും. വൃന്ദാവനത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അവയുടെ പാരമ്പര്യം ഇതാണ്.
വർഷം മുഴുവനും ഉള്ള എല്ലാ ഉത്സവങ്ങളും പുരുഷോത്തമ മാസത്തിൽ ആഘോഷിക്കാം. ആ ദിവസത്തിൽ നിന്ന് ആ ആഘോഷങ്ങൾ വ്യത്യസ്തമല്ല. അതിനാൽ ഓരോരോ ക്ഷേത്രത്തിൽ അവർ പുരുഷോത്തമ മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുകയും ഞങ്ങൾ വീണ്ടും ജന്മാഷ്ടമി ആഘോഷിക്കാൻ പോകുകയാണ് എന്ന് തീരുമാനിക്കുന്നു. അത് ജന്മാഷ്ടമിയുടെ ദിനമായി കണക്കാക്കുന്നു. തിഥിയും മറ്റെല്ലാ കാര്യങ്ങളും അവിടെ വരുന്നു. മറ്റൊരു ദിവസം രാധാഷ്ടമിയും, മറ്റൊരു ദിവസം ഗോവർദ്ധൻ പൂജയും, മറ്റൊരു ദിവസം ഹോളിയും, മറ്റൊരു ദിവസം ഗൗരപൂർണിമയും, ഇനിയൊരു ദിവസം രാമനവമിയും, വേറൊരു ദിവസം നിത്യാനന്ദ ത്രയോദശി. അങ്ങനെ അവർക്ക് എല്ലാ ദിവസവും ഉത്സവങ്ങളുണ്ട്. ആ ആഘോഷം ആ ദിവസമായി കണക്കാക്കുന്നു. പല ക്ഷേത്രങ്ങളും ചെയ്യുന്ന രീതിയാണിത്. കാരണം ഈ മാസം കൃഷ്ണനുമായി വീണ്ടും സമീപിക്കാനും ബന്ധം പുനഃസ്ഥാപിക്കാനും ഉള്ള വളരെ പ്രത്യേകതയുള്ള മാസമാണ്. അതിനാൽ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്തുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാധന വർദ്ധിപ്പിക്കുകയും അവബോധം വർദ്ധിപ്പിക്കുകയും വിനയം വർദ്ധിപ്പിക്കുകയും എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ സേവന മനോഭാവം വർദ്ധിപ്പിക്കുകയും കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള നമ്മുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഈ ഭാവത്തോടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധമായ ഹരിനാമങ്ങൾ നമുക്ക് ചൊല്ലാം. ഹരേ കൃഷ്ണ.